പാർട്ണർഷിപ്പിലെ ഗുഡ്വിൽ ട്രീറ്റ്മെന്റ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ. എത്ര ട്രീറ്റ്മെന്റ് പഠിച്ചപ്പോൾ നമുക്കറിയാം മെയിൻ ആയിട്ട് നമ്മൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് പറയുന്നത് 3 മെത്തേഡ് ഉണ്ട് എന്നാണ് അല്ലെ. 3 ടൈപ്സ് ഉണ്ട് എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ അതിനൊന്നും കൂടി വലിച്ചു നീട്ടിയിട്ട് 5 മെത്തേഡ് ഉണ്ട് എന്ന് തന്നെ പറയാം. നമുക്ക് 3 എന്നല്ല, നമുക്ക് എന്ത് ചെയ്യാം, 5 മെത്തേഡ്സ് ഉണ്ട് എന്ന് പറയാം. ഫസ്റ്റ് മെത്തേഡ് സിമ്പിൾ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്. ഓക്കെ. സെക്കൻഡ് മെത്തേഡ് വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്. അപ്പൊ ആവറേജ് പ്രോഫിറ്റ് തന്നെ 2 മെത്തേഡ് ഏതൊക്കെയാണ്? സിംഗിൾ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് ആൻഡ് വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്. രണ്ടായില്ലേ? തേർഡ് കേസ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്. ഫോർത്ത് വൺ capitalization of average profit method, and the last one, fifth one, capitalization of super profit method. Ready ആണോ? ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത് എങ്ങനെയാണ്? ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്, സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് ആൻഡ് ക്യാപിറ്റലൈസേഷൻ മെത്തേഡ്. 3 ടൈപ്സ് ആണ് പറയുന്നത്. അതിൽ തന്നെ 2 വേറെ സബായിട്ട് ഓരോ പോയിന്റ് കൂടി കാണാം. ഓക്കെ. അപ്പൊ നമ്മൾ ഇതിനെ മൊത്തം 5 ആയിട്ട് കാണാം, 5 പോയിന്റ്സ് ആയിട്ട് കാണാം. എങ്ങനെയാ ഒന്ന് പറഞ്ഞു നോക്കൂ. ഒന്ന് സിമ്പിൾ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്, സെക്കൻഡ് വൺ വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്, തേർഡ് വൺ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്. ഈ 3ഉം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. റെഡി അല്ലേ? സംശയങ്ങളൊക്കെ നമ്മൾ തീർത്തില്ലേ? ലോസ് വരുമ്പോൾ എന്ത് ചെയ്യണം, അഡീഷണൽ പോയിന്റ്സ് എന്തെങ്കിലും വരികയാണെങ്കിൽ, അബ്നോർമൽ കേസസ്, അബ്നോർമൽ ഗെയിൻ, അബ്നോർമൽ ലോസ് ഒക്കെ തുടങ്ങിയിട്ടുള്ള ഐറ്റംസ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ മെയിൻറ്റെയിനബിൾ പ്രോഫിറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം എന്നൊക്കെ നമ്മൾ കണ്ടു. ഓക്കെ. അപ്പോൾ തന്നെ സൂപ്പർ പ്രോഫിറ്റ് എന്താണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. നമ്മൾ സൂപ്പർ പ്രോഫിറ്റ് പറഞ്ഞിരുന്നു. സൂപ്പർ പ്രോഫിറ്റ് ആണ് കമ്പാരിറ്റീവ്ലി നല്ല മെത്തേഡ് എന്ന് പറഞ്ഞിരുന്നു അല്ലെ. ആവറേജ് പ്രോഫിറ്റിനെക്കാളും നല്ല മെത്തേഡാണ്, സിമ്പിൾ ആവറേജ് പ്രോഫിറ്റിനെക്കാളും നല്ലൊരു മെത്തേഡാണ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. നമ്മൾ ഇനി അതിനൊക്കെ തള്ളി പറയാൻ പോവാണ്. എല്ലാ കേസിനെയും നമ്മൾ തള്ളി പറയാൻ പോവാ. ഓക്കെ. നല്ല മെത്തേഡ് അല്ല എന്ന് പറയുന്നു 3 കേസുകൾ. സിമ്പിൾ ആവറേജ് പ്രോഫിറ്റ്, അവിടെ നമ്മുടെ അസംഷൻ എന്തായിരുന്നു? ഒരു ന്യൂലി സ്റ്റാർട്ടഡ് ബിസിനസ്സിന് അതിന്റെ ഇനീഷ്യൽ ഇയേഴ്സ് ഓഫ് ഓപ്പറേഷനിൽ പ്രോഫിറ്റ് ഒന്നും തന്നെ നേടാൻ കഴിയില്ല എന്നാണ് നമ്മൾ അസ്യൂം ചെയ്തത്. ഓക്കെ. ഫോർ എ ന്യൂലി സ്റ്റാർട്ടഡ് ബിസിനസ് ഇറ്റ് കനോട്ട് ഏൺ പ്രോഫിറ്റ്സ് ഇൻ ദ ഇനീഷ്യൽ ഇയേഴ്സ് ഓഫ് ഇറ്റ്സ് ഓപ്പറേഷൻ. അതാണ് നമ്മളോട് പറഞ്ഞത്. ഓക്കെ. ആ അസംഷൻ തന്നെ തെറ്റാണ്. ഒരു ലാഭം ഉണ്ടാക്കാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, 4-5 വർഷത്തെ ലാഭത്തിന്റെ ആവറേജ് കണ്ടിട്ട് അത് നമ്മൾ ഒരു 4-5 വർഷം അല്ലെങ്കിൽ 2-3 വർഷത്തേക്കുള്ള പർച്ചേസ് ആയിട്ട് കാണിച്ചിട്ട് ആ എമൗണ്ട് കൊടുക്കുക ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ആ സിസ്റ്റം തന്നെ ശരിയല്ലായിരുന്നു യഥാർത്ഥത്തിൽ. പിന്നെ നമ്മൾ അതിനൊന്നും കൂടി നന്നാക്കി എടുത്തു അല്ലെ. വെയ്റ്റഡ് ആവറേജ് കൊടുത്തുകൊണ്ട്, വെയിറ്റ് കൂടി അസൈൻ ചെയ്ത് കൊടുത്തുകൊണ്ട് അങ്ങനെ ചെയ്തു. അതും നല്ലൊരു മെത്തേഡ് ആയിരുന്നില്ല. കാരണം എന്താണ്, അവിടെയൊക്കെ നമ്മൾ കാണുന്നത് 3 ഇയേഴ്സ് പർച്ചേസ് അല്ലെങ്കിൽ 4 ഇയേഴ്സ് പർച്ചേസ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഖ്യ കൊണ്ട് നമ്മൾ അതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. അത് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് വേറൊരു ആൻസറെ കിട്ടുക. 4 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ മറ്റൊരു ആൻസറെ കിട്ടുക. 5 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ മറ്റൊരു ആൻസറെ കിട്ടുക. ആൻസർ ഇങ്ങനെ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു നിലവാരവും ഇല്ല, അല്ലെങ്കിൽ ഒരു ബേസും ഇല്ല എന്ന് നമുക്ക് തോന്നുകയാണ്. അപ്പൊ എന്ത് ബേസിലാണ് ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് പോലും നമ്മൾ സംശയിച്ചു പോകും. ഓക്കെ. അതുപോലെ തന്നെ നോക്കൂ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്. അവിടെയും പ്രശ്നം വരികയാണ്. സൂപ്പർ പ്രോഫിറ്റ് കുറച്ചുകൂടി കമ്പാരിറ്റീവ്ലി ബെറ്റർ മെത്തേഡ് ആയിരുന്നു അല്ലെ. അവിടെ നമ്മൾ അസ്യൂം ചെയ്യുന്നത് എന്താണ്, ഒരു ന്യൂലി സ്റ്റാർട്ടഡ് ബിസിനസ്സിന് സൂപ്പർ പ്രോഫിറ്റ്സ് ഉണ്ടായിരിക്കില്ല എന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. എക്സ്ട്രാ ഏണിംഗ് കപ്പാസിറ്റി ഉണ്ടാവില്ല എന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അതിന്റെ ബേസിലാണ് നമ്മളവിടെ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിൽ ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ. എന്നിട്ട് അവിടെയും പ്രശ്നം വരുന്നുണ്ട്. എന്താണ്, ഇൻറ്റു 3 ഇയേഴ്സ് പർച്ചേസ് അല്ലെങ്കിൽ ഇൻറ്റു 4 ഇൻറ്റു 2 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ 2 വന്നു കഴിഞ്ഞാൽ ഒരു ആൻസറെ കിട്ടുക, 3 വന്നു കഴിഞ്ഞാൽ മറ്റൊരു ആൻസറെ കിട്ടുക, 4 വന്നു കഴിഞ്ഞാൽ മറ്റൊരു ആൻസർ നമുക്ക് കിട്ടുക. ഓക്കെ. അപ്പൊ അവിടെയൊക്കെ നമുക്ക് എന്തോ ഒരു കൺഫ്യൂഷൻ വരികയാണ്. ഇതൊരു സുഖമില്ലാത്തൊരു മെത്തേഡാണല്ലോ എന്ന് നമുക്ക് തോന്നിപ്പോവാം. ഓക്കെ. അപ്പൊ അതിനൊക്കെ നമ്മൾ മാറ്റി നിർത്തിക്കൊണ്ട് അതൊക്കെ പഠിക്കണം കേട്ടോ. നമുക്ക് എക്സാമിനേഷന് ചോദിക്കുന്നതാണ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡും സിമ്പിൾ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡും വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡും സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡും ഒക്കെ ചോദിക്കും. ഓക്കെ. അതിന്റെ കൂടെ തന്നെ നമ്മൾ പഠിക്കുന്ന കുറച്ചുകൂടി നല്ലതായിട്ടുള്ള, കമ്പാരിറ്റീവ്ലി നമുക്ക് ബിസിനസ്സിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നു അല്ലെങ്കിൽ പ്രാക്ടിക്കലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് നമ്മൾ ഇനി പറയാൻ പോകുന്ന ക്യാപിറ്റലൈസേഷൻ മെത്തേഡ്. ഓക്കെ. അതിൽ തന്നെ 2 തരമുണ്ട്, 2 ഐറ്റംസ് ഉണ്ട്. ഏതൊക്കെയാണത്? ഒന്ന് ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റും മറ്റൊന്ന് ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ്. വാട്ട് ഈസ് ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ആൻസർ പറയാം? നിങ്ങൾക്കറിയാം?
എങ്ങനെ നമ്മൾ ആൻസർ ചെയ്യാം? Under this method, goodwill is calculated by deducting the capital employed from the capitalized value of average profits. Under this method, goodwill is calculated by deducting capital employed from the capitalized value of average profits. അങ്ങനെയൊക്കെ പറയുമ്പോൾ ശരിയാവില്ല അല്ലേ? ഒരു കൺഫ്യൂഷൻ നിലനിൽക്കുകയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു എക്സാമ്പിളിലൂടെ കാണാം എന്താണ് ആക്ച്വലി ഈ മെത്തേഡ് പ്രകാരം എങ്ങനെയാണ് ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്. ഓക്കെ, ഒരു എക്സാമ്പിൾ എടുക്കാം. നോക്കൂ, നമ്മുടെ ഫേമിന്റെ പ്രോഫിറ്റ്, ആക്ച്വൽ ആവറേജ് പ്രോഫിറ്റ് ഓഫ് അവർ ഫേം ഈക്വൽ 10,000 എന്ന് അസ്യൂം ചെയ്യാം. നമ്മൾ 0ന്റെ എണ്ണൊക്കെ കുറക്കണം, കുറെ 0 ഇട്ടിട്ട് കാര്യമൊന്നുമില്ല. ഓക്കെ, കുറെ സീറോസ് ആഡ് ചെയ്ത് നമുക്ക് കുറച്ചും കൂടി പറയാനും കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ട് സീറോസ് കുറച്ച് ഞാൻ കുറച്ചു. ഓക്കെ, 10,000 rupees ആണ് നമ്മുടെ പ്രോഫിറ്റ് എന്ന് അസ്യൂം ചെയ്യും. നമ്മുടെ ബിസിനസ്സിൽ അസറ്റ്സ് ആയിട്ട് നമുക്കൊരു 1,15,000 rupees ഉണ്ടെന്ന് അസ്യൂം ചെയ്യാം. 1,15,000 രൂപയുടെ അസറ്റ്സ് നമുക്ക് ഉണ്ടെന്ന് അസ്യൂം ചെയ്യാം. ഔട്ട്സൈഡ് ലയബിലിറ്റീസ് നമുക്ക് ഒരു എക്സ്റ്റേണൽ ലയബിലിറ്റീസ്, ബാങ്ക് ലോൺ, ഓവർ ഡ്രാഫ്റ്റ്, ഓക്കെ, ബിൽസ് പേബിൾ തുടങ്ങിയിട്ടുള്ള സംഗതികൾ ഔട്ട്സൈഡ് ലയബിലിറ്റീസ് ആയിട്ട് നമുക്കൊരു 30,000 രൂപയുണ്ടെന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, അസറ്റ്സ് എന്ന് പറയുന്നത് എക്സ്ക്ലൂഡിംഗ് ഗുഡ്വിൽ കേട്ടോ, എക്സ്ക്ലൂഡിംഗ് ഗുഡ്വിൽ ഇല്ലതില്ല, കാരണം ഗുഡ്വിൽ നമ്മൾ കണക്കൂട്ടല്ലേ, ആ സാധനം എത്രയും തന്നെ നമുക്ക് അറിയില്ല. അപ്പൊ അതിൽ ഗുഡ്വിൽ ഇല്ലാത്ത അസറ്റ്സ്. ഓക്കെ, ലയബിലിറ്റി 30,000. നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ, സാധാരണ രീതിയിൽ ഇത്തരത്തിലുള്ള ബിസിനസ്സിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ കിട്ടുന്ന റിട്ടേൺ എന്ന് പറയുന്നത് 10% ആണ് അസ്യൂം ചെയ്യുന്നത്. ഓക്കെ, നോർമലി ഇങ്ങനെ ഒരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിട്ടേൺ ആണ് 10%. ഓക്കെ, ഇത്രയും ഡാറ്റ തന്നിട്ട് നമ്മളോട് പറയാണ്, ഇത്രയും സാധനം തന്നിട്ട് എന്നിട്ട് നമ്മളോട് പറയാണ് കാൽക്കുലേറ്റ് ഗുഡ്വിൽ ഓൺ ദ ബേസിസ് ഓഫ് ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് മെത്തേഡ്. ഓക്കെ, കാൽക്കുലേറ്റ് ഗുഡ്വിൽ അണ്ടർ ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് മെത്തേഡ് എന്ന് പറയാണ്. എങ്ങനെ നമ്മൾ കാൽക്കുലേഷൻ നടത്തുന്നത്? അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു മീനിങ് പറഞ്ഞില്ലേ, അണ്ടർ ദിസ് മെത്തേഡ് ഗുഡ്വിൽ ഈസ് കാൽക്കുലേറ്റഡ് ബൈ ഡിഡക്റ്റിംഗ് ദ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ഫ്രം ദ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ആവറേജ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞു. അപ്പൊ ആദ്യം ഇവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു സ്റ്റെപ്പ് ഉണ്ട്. എന്താണ്? ആക്ച്വൽ ആവറേജ് പ്രോഫിറ്റ് എത്രയെന്ന് ആദ്യം ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്. ഓക്കെ, ഇതിന് നമ്മൾ ആൻസർ ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കാൽക്കുലേഷൻ ഓഫ് ആക്ച്വൽ ആവറേജ് പ്രോഫിറ്റ് ആണ്. ഓക്കെ, ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ആക്ച്വൽ ആവറേജ് പ്രോഫിറ്റ് കാണാം. ഒരു പക്ഷേ ക്വസ്റ്റ്യനിൽ നമുക്ക് ഇതുപോലെ ഡയറക്റ്റ് ആയിട്ട് 10,000 എന്ന് തന്നിട്ടുണ്ടായിരിക്കില്ല. കഴിഞ്ഞ 4-5 വർഷത്തെ പ്രോഫിറ്റ് തന്നിട്ടുണ്ടായിരിക്കും. നമുക്കറിയാം ആവറേജ് പ്രോഫിറ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, നമുക്കറിയില്ലേ? എങ്ങനെ ചെയ്യാം? നമുക്കറിയാം ടോട്ടൽ പ്രോഫിറ്റ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ്. ലോസ് വരികയാണെങ്കിൽ അതിനെ കൂടി കൺസിഡർ ചെയ്യണം. ഓക്കെ, അബ്നോർമാലിറ്റീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനൊക്കെ ക്ലിയർ ആക്കിയിട്ട് ഫിൽറ്റേഡ് ആയിട്ടുള്ള പ്രോഫിറ്റിനെയാണ് കൺസിഡർ ചെയ്യാവോ എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഓക്കെ, അപ്പൊ ആ മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ ആക്ച്വൽ ആവറേജ് പ്രോഫിറ്റ് കാണാം. ഈ കേസിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട് 10,000 rupees. ഓക്കെ, ക്ലിയർ ആണല്ലേ? 10,000 രൂപ ആക്ച്വൽ ആവറേജ് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. ഇനി നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പ് ആയിട്ട് കാണേണ്ടത് എന്താണ്? ക്യാപിറ്റൽ എംപ്ലോയിഡ് എത്ര ഉണ്ടെന്ന് കാണാം. ക്യാപിറ്റൽ എംപ്ലോയിഡിനെ തന്നെ വിളിക്കുന്ന മറ്റൊരു പേരാണ് നെറ്റ് വർത്ത് ഓർ നെറ്റ് അസറ്റ്. Okay, net worth or net asset or owner's equity. Okay, net worth, net asset or owner's equity or capital employed. എല്ലാം തന്നെ കേട്ടോ. എന്താണെന്നറിയ സംഗതി? മുതൽ മുടക്ക് എത്രയാണ്, ഓണറുടെ ക്യാഷ് ഇതിൽ എത്രയാണ്, നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് എത്രയാണ്. ഓക്കെ, അതാണ് അവിടെ മീൻസ് ചെയ്യുന്നത്. എങ്ങനെ അത് കാണുക? ഫസ്റ്റ് ഇയറിൽ ഏറ്റവും ബേസ് ആയിട്ട് നമ്മൾ പഠിച്ച അക്കൗണ്ടിങ് ഇക്വേഷൻ ഇല്ലേ, എന്താണ് ബേസ് ആയിട്ട് നമ്മൾ അക്കൗണ്ടിങ് ഇക്വേഷൻ പഠിച്ചത് എന്ന് പറഞ്ഞേ? ക്യാപിറ്റൽ ഈക്വൽ അസറ്റ് മൈനസ് ലയബിലിറ്റി അല്ലെ, സി ഈക്വൽ എ മൈനസ് എൽ. ഇത് നമ്മുടെ ബേസ് അല്ലേ, ഏറ്റവും ബേസ് ആയിട്ട് സംഗതി അത്. സി ഈക്വൽ എ മൈനസ് എൽ അല്ലെങ്കിൽ സി പ്ലസ് എൽ ഈക്വൽ എ ഒക്കെ നമുക്കറിയാം. തൽക്കാലം ഇത് മതി. സി ഈക്വൽ എ മൈനസ് എൽ. എത്രയാണ് ക്യാപിറ്റൽ എന്ന് വെച്ചാൽ എന്തായാലും അർത്ഥം? അസറ്റ് നിന്ന് ലയബിലിറ്റി കുറച്ചത്, അസറ്റ് നിന്ന് ഔട്ട്സൈഡ് ലയബിലിറ്റി കുറച്ചത്. ഇവിടെ നോക്ക്,
അസറ്റ് ആയിട്ട് നമുക്ക് 1,15,000 രൂപ തന്നിട്ടുണ്ട്. അപ്പൊ എത്രയാണ് ക്യാപിറ്റൽ എംപ്ലോയ്ഡ് എന്ന് വെച്ചാൽ എന്താണ്? ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ഈക്വൽ നമുക്ക് തന്നിട്ടുള്ള എത്രയാണ് അസറ്റ്? 1,15,000 രൂപ അസറ്റ് ഉണ്ട്. ഓക്കെ, അതിൽ നിന്ന് ഔട്ട്സൈഡ് ലയബിലിറ്റി മൈനസ് ചെയ്യാം. എത്രയാണ് ഔട്ട്സൈഡ് ലയബിലിറ്റി തന്നിട്ടുള്ളത്? 30,000 അല്ലെ, 30,000 രൂപ. 30,000 ആണ് ഔട്ട്സൈഡ് ലയബിലിറ്റി. ഓക്കെ, അപ്പൊ നമുക്ക് 1,15 നിന്ന് 30,000 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി എത്ര നമുക്ക് കിട്ടുക? 85,000 രൂപ. ഈ 85,000 രൂപ എന്താണ്? ക്യാപിറ്റൽ എംപ്ലോയ്ഡ്. ക്യാപിറ്റൽ എംപ്ലോയ്ഡ് അതായത് ഓണറുടെ മുതൽ മുടക്ക് 85,000 രൂപയാണ്. 85,000 രൂപയാണ് ഈ ഇൻവെസ്റ്റർക്ക് ആ ബിസിനസ്സിലുള്ള ഇൻവെസ്റ്റ്മെന്റ്, അല്ലെങ്കിൽ അയാളുടെ മുതലാണ് നെറ്റ് വർത്ത്, ഓണേഴ്സ് ഇക്വിറ്റി, നെറ്റ് അസറ്റ് എന്നൊക്കെ പറയുന്നതാണ് 85,000. ഓക്കെ, അപ്പൊ രണ്ട് സ്ഥാനമായി. ഇനി ഞാൻ മീനിങ് പറഞ്ഞു നോക്കൂ. അണ്ടർ ദിസ് മെത്തേഡ്, അണ്ടർ ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? Goodwill is calculated by deducting capital employed from the capitalized value of average profit. അപ്പോൾ നമ്മൾ നോക്കൂ, ആവറേജ് പ്രോഫിറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഒരു സ്റ്റെപ്പ് കൂടി മുന്നേറണം. ആ ആവറേജ് പ്രോഫിറ്റിനെ നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യാൻ പോകണം. എന്തിന്റെ ബേസിൽ? നോർമൽ റേറ്റ് ഓഫ് റിട്ടേണിന്റെ ബേസിൽ. ഓക്കെ, എത്രയാണ് നമുക്ക് നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ തന്നിട്ടുള്ളത്? നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ എത്രയാണ് തന്നിട്ടുള്ളത്? 10% ആണ്. 10% അതിന്റെ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത്. എന്തിനാണ് ക്യാപിറ്റലൈസ് ചെയ്യുന്നത് ഇപ്പൊ പറഞ്ഞു കേട്ടോ. എന്തിനാണ് ഇങ്ങനെ ഇൻറ്റു 100/10 എന്നൊക്കെ ചെയ്യുന്നത്? എന്തിനാണ് ഈ ക്യാപിറ്റലൈസ് ചെയ്യുന്നത് എന്നുള്ളത് ഇപ്പൊ പറയാം നമുക്ക്. ഓക്കെ, അടുത്ത സ്റ്റെപ്പായിട്ട് നമ്മളത് എഴുതിയതിനു ശേഷം പറയാം. നമുക്ക് ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? ആവറേജ് പ്രോഫിറ്റ് നമുക്ക് കിട്ടി, റെഡി അല്ലേ? ക്യാപിറ്റൽ എംപ്ലോയ്ഡ് എത്രയെന്നുള്ളത് നമ്മൾ കണക്കൂട്ടി നോക്കി. 1,15,000 അസറ്റ്, 30,000 ലയബിലിറ്റി. അപ്പോ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് എന്ന് പറയുന്നത് 85,000 ആണ്. നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് 10,000 ആണ്. ഓക്കെ, അടുത്ത സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്? ആവറേജ് പ്രോഫിറ്റിനെ ക്യാപിറ്റലൈസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ആ സ്റ്റെപ്പിൽ നോക്കൂ. ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ആവറേജ് പ്രോഫിറ്റ് ഈക്വൽ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ആവറേജ് പ്രോഫിറ്റ് ഈക്വൽ എന്താണ്? ആവറേജ് പ്രോഫിറ്റ് നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യാൻ പോവാം. 10,000 ഇൻറ്റു ക്യാപിറ്റലൈസ് ചെയ്യാന്ന് പറയുമ്പോ ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ എടുക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് 10,000 ഇൻറ്റു 100 ഡിവൈഡ് ബൈ 10 എടുത്തു. എത്രയും നമുക്ക് കിട്ടുന്ന ആൻസർ 1 lakh rupees. 1 lakh rupees. ഓക്കെ, ഇനി ചെയ്യുന്ന പണി എന്താണെന്ന് അറിയോ? ഇനിയാണ് മീനിങ്ങിലേക്ക് വരുന്നത്. Under this method, ഇനി ഒന്ന് ആലോചിച്ച് നോക്കൂ. Under this method, goodwill is calculated by deducting capital employed from the capitalized value of average profit. Okay, അപ്പോൾ നമ്മൾ ഇനി goodwill കാണാൻ പോവാണ്. ഇവിടെ നമുക്ക് എഴുതാം. Okay, goodwill equal എന്താ പറഞ്ഞ മീനിങ് എങ്ങനെയായിരുന്നു? Capitalized value of average profit minus capital employed. Capitalized value of average profit minus capital employed. എല്ലാം ഡാറ്റ നമ്മുടെ കയ്യിലുണ്ട് അല്ലേ? Capitalized value of average profit നമുക്ക് കിട്ടിയിട്ടുണ്ട് 1,00,000 രൂപ. Capital employed എത്രയാണ്? Capital employed നമ്മൾ കണ്ടെത്തിയില്ലേ? 85,000. Okay, therefore goodwill equal 1,00,000 നിന്ന് 85,000 കുറച്ച് നോക്കൂ, 15,000 രൂപ. Goodwill equal 15,000. Okay, ഇനി ഇതൊക്കെ തൽക്കാലത്തേക്ക് ഒന്ന് മറന്നിട്ട് ഇത് എന്താ പോയി സംഗതി? നമ്മൾ കുറെ കൂട്ടൽ കുറക്കലൊക്കെ ചെയ്തല്ലോ, അല്ലെങ്കിൽ കുറെ സാധനം എഴുതിയല്ലോ. ആക്ച്വലി ഇത് എന്താ നോക്കാം. ഓക്കെ, എന്താണ് ഇതിന്റെ ബേസ്? എന്തുകൊണ്ട് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നു നോക്കാം. നോക്കൂ, ആക്ച്വലി ആവറേജ് പ്രോഫിറ്റ് എന്ന് പറയുന്നതാണ് ആക്ച്വലി ഈ ഫേമിന്റെ യഥാർത്ഥത്തിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ കിട്ടിയ ലാഭത്തിന്റെ ആവറേജ് ആണ്, പ്രോഫിറ്റിന്റെ ആവറേജ് ആണ്. ശരിക്കും അവർക്ക് കിട്ടിയ ലാഭം, യഥാർത്ഥത്തിൽ കിട്ടിയ ലാഭമാണ് ഈ 10,000 രൂപ. ഓക്കെ, സാധാരണ രീതിയിൽ എല്ലാവർക്കും കിട്ടുന്ന ലാഭം എത്രയാണ്? 10%. ഓക്കെ, ഇവരുടെ ക്യാപിറ്റൽ എത്രയാണ്? അസറ്റ് 1,15,000 ശരിയാ. ഈ ലാബിലിറ്റി എന്ന് പറഞ്ഞാൽ കണ്ടവരുടെ പൈസയാണ്, മറ്റുള്ളവരുടെ പൈസയാണ്, ഔട്ട്സൈഡ് ലാബിലിറ്റിയാണ്. ഓക്കെ, 30,000 രൂപ. അപ്പൊ യഥാർത്ഥത്തിൽ ഇവരുടെ ക്യാപിറ്റൽ എത്രയുണ്ട്? ഇവരുടെ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് എത്രയുണ്ട്? നമ്മൾ കണ്ടെത്തിയില്ലേ? 85,000 രൂപ. ഇനി ഇങ്ങനെ ചിന്തിച്ചു നോക്കും, 85,000 രൂപ മുതൽ മുടക്കുള്ള ഒരു സ്ഥാപനത്തിന്
10% റിട്ടേൺ കിട്ടുകയാണെങ്കിൽ അവർക്ക് എത്ര കിട്ടുള്ളൂ? 85,000 രൂപ മുതൽ മുടക്കുള്ള ഒരു സ്ഥാപനം. നമുക്കിവിടെ എഴുതി തന്നെ ചെയ്യാം. 85,000 രൂപ മുതൽ മുടക്കുള്ള ഒരു സ്ഥാപനം. ഓക്കെ, ക്യാപിറ്റൽ എംപ്ലോയിഡ് 85,000 സ്ഥാപനം. അതിന് 10% റിട്ടേൺ എങ്കിൽ അവർ കിട്ടുന്ന ലാഭം എത്രയായിരിക്കും? നമുക്കറിയാം 8,500 രൂപ അല്ലെ, 8,500 ആയിരിക്കും അവരുടെ ലാഭം. പക്ഷെ നമ്മുടെ ഫേമിന് എന്ത് കിട്ടിയിട്ടുണ്ട് നോക്കൂ, 10,000 രൂപ ലാഭം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അതാണ് നമ്മൾ കഴിഞ്ഞ കേസിൽ സൂപ്പർ പ്രോഫിറ്റിലെ കണ്ട്. ഇവർക്ക് എന്തോ ഒരു എക്സ്ട്രാ കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ നമ്മൾ നേരെ തിരിച്ചു ചിന്തിക്കുകയാണ്. നമ്മൾ പിക്ചർ ഒന്ന് മറച്ചിടുകയാണ്, തിരിച്ചു ചിന്തിക്കുകയാണ്. ഇങ്ങനെ ചിന്തിച്ചു നോക്കൂ, 10,000 രൂപ ലാഭം കിട്ടണമെങ്കിൽ നമ്മൾ എത്ര ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവണം? അങ്ങനെ ചിന്തിച്ചു നോക്കൂ. അപ്പൊ നമുക്ക് 10,000 കിട്ടണമല്ലോ ലാഭം. നമ്മുടെ ഈ ഫേമിന്, നമുക്ക് ഈ ഗുഡ്വിലുള്ള നല്ല എന്താ പറയാ, ഗുഡ്വിലുള്ള റെപ്യൂട്ടേഷൻ ഉള്ള നമ്മുടെ ഫേമിന് 10,000 രൂപ ലാഭം കിട്ടുന്നുണ്ട്. അങ്ങനെ 10,000 രൂപ 10% റിട്ടേൺ വെച്ചിട്ട് കിട്ടണമെങ്കിൽ എത്ര ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവണം? ഒന്ന് മറിച്ചിണ്ടിക്കണം. ഓക്കെ, നേരെ തല തിരിച്ചു ചിന്തിച്ചു വെക്കണം. ഇവിടെ നമുക്ക് വേഗം ഈസി ആയിട്ട് കിട്ടിയത് നോക്കൂ, 85,000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത ഒരാൾക്ക് 10% ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് റിട്ടേൺ എങ്കിൽ അയാൾക്ക് 8,500 രൂപയാണ് അയാളുടെ റിട്ടേൺ പ്രോഫിറ്റ്. ഓക്കെ, ഈ പിക്ചർ നമ്മളൊന്ന് മറിച്ചിടുക. ഇങ്ങനെ ചിന്തിച്ചു നോക്കൂ, 10,000 rupees പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ അയാൾ എത്ര ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവണം? ഓക്കെ, ആ ആൻസർ കിട്ടണമെങ്കിൽ നമ്മൾ ഈ സംഗതി ഒന്ന് മറിച്ച് ചെയ്യേണ്ടതുണ്ട്. അതായത് 10,000 rupees ആവണം നമ്മുടെ പ്രോഫിറ്റ്. അങ്ങനെയാണെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് എത്രയെന്ന് കാണണമെങ്കിൽ നമ്മൾ ചെയ്യുന്നത് നോക്കൂ, into 100 divided by 10 എടുക്കണം. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ 1 lakh rupees. അതായത് 1 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തെങ്കിലേ 10% റിട്ടേൺ വെച്ചിട്ട് 10,000 രൂപ ലാഭം കിട്ടും. 1 ലക്ഷം രൂപ ഒരാൾ ഇൻവെസ്റ്റ് ചെയ്തെങ്കിലേ 10% റേറ്റ് ഓഫ് റിട്ടേൺ വെച്ചിട്ട് അയാൾക്ക് 10,000 rupees പ്രോഫിറ്റ് കിട്ടുള്ളൂ. നമ്മുടെ ബിസിനസ് നോക്കൂ, 10,000 റിട്ടേൺ കിട്ടുന്നുണ്ട്. എത്രയാണ് ഈ ബിസിനസ്സിലെ ഇൻവെസ്റ്റ്മെന്റ്? 85,000 രൂപയുള്ളൂ. നോക്കൂ, 85,000 രൂപയുള്ളൂ ഈ ബിസിനസ്സിലെ ഇൻവെസ്റ്റ്മെന്റ്. എന്നിട്ട് പോലും നമ്മുടെ ബിസിനസ്സിന് എന്തുണ്ട്? 10,000 rupeesന്റെ പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ബിസിനസ് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു 15,000 രൂപ കൂടി എക്സ്ട്രാ കൊടുത്തു വെച്ചിട്ട് ഒരു കുഴപ്പമില്ല. അതാണ് ഇതിന്റെ മീനിങ്. ഈ ബിസിനസ് നമ്മൾ വാങ്ങുകയാണ്, ഈ റൺ ചെയ്യുന്ന ഈ ബിസിനസിനെ, ഇപ്പൊ സപ്പോസ് ഇത് കെയർ ബേക്കർ എന്ന് അസ്യൂം ചെയ്തോ, ഇതിനെ നമ്മൾ വാങ്ങാൻ പോവാണ്. അപ്പൊ 85,000 രൂപയുടെ മുതലേ അവിടെ ഉള്ളൂ. നമ്മൾ അന്ന് പറഞ്ഞില്ല പണ്ട്, ആ ബേക്കറി സാധനം ചട്ടി കൊട്ട എല്ലാം കൂടി കൂട്ടിയിട്ട് 85 രൂപേന്റെ മുതലേ ഉള്ളൂ. അതിലേക്ക് ഒരു 15,000 കൂടി എക്സ്ട്രാ കൊടുത്തു വെച്ചിട്ട് ഒരു കുഴപ്പമില്ല. കാരണം എന്താണ്? 1 ലക്ഷം മുടക്കിയാലും നമുക്ക് എന്തുണ്ട്? വരുമാനം 10,000 rupeesന്റെ പ്രോഫിറ്റ് ഉണ്ട്. നമ്മൾ പുറത്തൊരു ബിസിനസ് തുടങ്ങുകയാണെങ്കിലും 1 ലക്ഷം മുടക്കിയാൽ നമുക്ക് എന്ത് കിട്ടുള്ളൂ? 10,000 rupees പ്രോഫിറ്റ് കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഒരു 15,000 എക്സ്ട്രാ കൊടുത്തു വെച്ചിട്ട് ഒരു കുഴപ്പമില്ല എന്നർത്ഥം. ഓക്കെ, ഇനി ഇതിനെ നമ്മൾ പണ്ട് പറഞ്ഞ ഒരു ഗുഡ്വില്ലിന്റെ മീനിങ്ങുമായിട്ടൊന്ന് ലിങ്ക് ചെയ്ത് നോക്കും. Goodwill is the extra value attached to the net worth of business. Goodwill is the extra value attached to the net worth of business. ബിസിനസിന്റെ നെറ്റ് വർത്ത് എത്രയാണ്? 85,000 രൂപ. അതിനോടുകൂടി 15 കൂടി കൂട്ടി നമ്മൾ കൊടുക്കുകയാണ്. അപ്പോഴാണ് 1 ലക്ഷം ആവുന്നത്. ഓക്കെ, അതിനോടുകൂടി നമ്മൾ 15 കൂടി ഗുഡ്വിൽ എന്നുള്ള പേരിൽ ഒരു ഇൻടാൻജിബിൾ അസറ്റിലേക്ക്, നമുക്ക് കാണാനോ ടച്ച് ചെയ്യാനോ പറ്റാത്ത രൂപത്തിലുള്ള ഒരു അസറ്റിലേക്ക് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യണം 15,000 എന്നുള്ളതിലേക്ക്. ഓക്കെ, നമുക്ക് നഷ്ടമില്ല അങ്ങനെ കൊടുത്താൽ പോലും. കാരണം എന്താണ്? നമുക്കിവിടെ 10,000 രൂപ ഏൺ ചെയ്യുന്ന ബിസിനസ് ആണിത്. നമ്മൾ പുറത്ത് 1 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്താലും 10% റിട്ടേൺ വെച്ചിട്ട് നമുക്ക് എത്ര കിട്ടുള്ളൂ? 10,000 കിട്ടുള്ളൂ. ആ അർത്ഥത്തിൽ നമുക്ക് 15,000 rupees എക്സ്ട്രാ പേ ചെയ്തു ഗുഡ്വില്ലിലേക്ക് എന്ന് വിചാരിച്ച് ഒരു നഷ്ടം നമുക്ക് വരാനില്ല. ആ അർത്ഥത്തിലാണ് ഇവിടെ ഗുഡ്വിൽ നമ്മൾ ഈ രൂപത്തിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. മാത്രമല്ല ഇത് നല്ലൊരു മെത്തേഡാണെന്ന് പറയാൻ കാരണം ഇവിടെ നമുക്ക് into 3 into 4 എന്നുള്ള പരിപാടി ഇല്ല. ഇവിടെ into 2 ആണെങ്കിൽ അതിന്റെ റിസൾട്ട് മാറി, into 3 ആണെങ്കിൽ റിസൾട്ട് മാറി. ഇവിടെ ഒരു പ്രശ്നവുമില്ല. ഇവിടെ ക്ലിയർ ആണ്. ഓക്കെ, ഈ പിക്ചർ ക്ലിയർ ആണ്. നമ്മൾ കാൽക്കുലേഷൻ നടത്തി ക്ലിയർ ആണ്. മാത്രമല്ല പ്രാക്ടിക്കലി ഇപ്പൊ നിങ്ങളൊരു കൊമേഴ്സ് സ്റ്റുഡന്റ് ആണ്, നിങ്ങളുടെ ഒരു ബിസിനസ് മാൻ വന്നിട്ട് ചോദിക്കുകയാണ്, എന്റെ ബിസിനസിന്റെ ഗുഡ്വിൽ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് തരുമോ എന്ന് പറയുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഈ മെത്തേഡ് വെച്ച് ചെയ്യാൻ പറ്റും. ആവറേജ് പ്രോഫിറ്റ് ഒക്കെ നിങ്ങൾ into 3 ആണ്, into 4, into 5 എത്ര എടുക്കുക? പ്രശ്നമല്ല അത്. ഓക്കെ, നമുക്ക് ഒരു ബേസ് എടുത്തിട്ട് ചെയ്യാൻ കഴിയില്ല. പക്ഷെ ഇവിടെ നമുക്ക് കൃത്യമായിട്ട് എത്ര നിന്റെ ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് ചോദിക്കാം.
ഓക്കെ, എത്രയാണ് നിങ്ങളുടെ ആവറേജ് പ്രോഫിറ്റ് എന്ന് ചോദിക്കാം. ഓക്കെ, അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, റെഡി. ഇനി നമ്മൾ ഇതിൽ തന്നെ അടുത്ത മെത്തേഡ് കാണാണ്. ഇതൊക്കെ നമുക്ക് തൽക്കാലത്തേക്ക് ഒഴിവാക്കാം. ഈ ക്വസ്റ്റ്യൻ ഇതുപോലെ അവിടെ നിൽക്കട്ടെ. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതുപോലെ നിൽക്കട്ടെ. ബാക്കിയുള്ള സംഗതികളൊക്കെ നമ്മൾ എഴുതിയ ആൻസറുകളൊക്കെ ഒഴിവാക്കി. ഈ ഗുഡ്വിൽ 15,000 അവിടെ നിന്നോട്ടെ. ഓക്കെ, 15,000 ഇവിടെ നിൽക്കട്ടെ. ഇത് നമുക്ക് ആവശ്യമുണ്ട്. ബാക്കിയുള്ള സാധനങ്ങൾ നമ്മൾ ഒഴിവാക്കി. ഇനി നമ്മൾ പറയാൻ പോകുന്ന മെത്തേഡ് എന്താണ്? ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് എന്നാണ്. ആവറേജ് പ്രോഫിറ്റ് എന്ന് മാറ്റിയിട്ട് നമ്മൾ ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് ആക്കി. ഓക്കെ, ഈ മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നത് എന്താണ്? സൂപ്പർ പ്രോഫിറ്റിനെയാണ് ക്യാപിറ്റലൈസ് ചെയ്യുന്നത്. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ സോ അല്ലേ? അണ്ടർ ദിസ് മെത്തേഡ് ഗുഡ്വിൽ ഈസ് കാൽക്കുലേറ്റഡ് ബൈ ക്യാപിറ്റലൈസിംഗ് സൂപ്പർ പ്രോഫിറ്റ് ഡയറക്ട്ലി എന്ന് പറയും. ഓക്കെ, അതാണ് അതിൽ പറഞ്ഞത്. എന്താ നോക്കാം നമുക്കിവിടെ. ക്വസ്റ്റ്യൻ ഇത് തന്നെ. ആക്ച്വൽ ആവറേജ് പ്രോഫിറ്റ് 10,000 rupees. അസറ്റ്സ് 1,15,000 ഉണ്ട്. ലയബിലിറ്റി 30,000 ഉണ്ട്. നോമിനൽ റേറ്റ് ഓഫ് റിട്ടേൺ 10% ഉണ്ട്. ഓക്കെ, ഇതാണ് ചിത്രം. ഇവിടെ നമ്മൾ കാണുന്നത് സൂപ്പർ പ്രോഫിറ്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് കാൽക്കുലേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ് ആണ്. സൂപ്പർ പ്രോഫിറ്റ് കിട്ടാൻ നമുക്ക് രണ്ട് സംഗതികളാണ്. ഏതൊക്കെയാണ്? ഒന്ന്, ആക്ച്വൽ ആവറേജ് പ്രോഫിറ്റ് എത്രയാണെന്ന് അറിയണം. AAP എത്രയാണെന്ന് അറിയണം. ആക്ച്വൽ ആവറേജ് പ്രോഫിറ്റ് എത്രയാണെന്ന് അറിയണം. രണ്ടാമത് നോർമൽ പ്രോഫിറ്റ് എത്രയാണെന്ന് അറിയണം. നോർമൽ പ്രോഫിറ്റ് എത്രയാണ് നമുക്ക് കിട്ടണം. ആക്ച്വൽ ആവറേജ് പ്രോഫിറ്റ് നമുക്ക് അറിയാലേ, തന്നിട്ടുണ്ട്. എത്രയാണ്? 10,000. ആക്ച്വൽ ആവറേജ് പ്രോഫിറ്റ് ഈക്വൽ 10,000. നോർമൽ പ്രോഫിറ്റ് ഈക്വൽ എത്രയാണ്? എങ്ങനെ നോർമൽ പ്രോഫിറ്റ് കാണാം? നോർമലി സാധാരണ രീതിയിൽ എല്ലാവർക്കും എത്ര കിട്ടുക, അതാണ് നോർമൽ പ്രോഫിറ്റ്. നമ്മുടെ ക്യാപിറ്റൽ എംപ്ലോയിഡ് എത്ര ഉണ്ട്? ക്യാപിറ്റൽ എംപ്ലോയിഡ് നമുക്കറിയാം, അസറ്റ് തന്നിട്ടുണ്ട്, ലയബിലിറ്റി തന്നിട്ടുണ്ട്. ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എത്രയാണ്? 85,000 ആണ് അല്ലെ? നമ്മൾ നേരത്തെ കണക്കൂട്ടില്ലേ? 85,000 എങ്ങനെ കിട്ടുന്നത്? 1,15,000 നിന്ന് 30,000 കുറച്ചത്. ഓക്കെ, അതാണ് 85,000 രൂപ. 85,000 രൂപയാണ് നമ്മുടെ ക്യാപിറ്റൽ. അതിന്റെ 10% നോർമൽ പ്രോഫിറ്റ്. അതിന്റെ 10% ആണ് നോർമൽ പ്രോഫിറ്റ്. എന്ന് പറയുമ്പോൾ എത്രയാണ് നോർമൽ പ്രോഫിറ്റ്? 8,500 രൂപ. നമ്മുടെ ബിസിനസിന്റെ നോർമൽ പ്രോഫിറ്റ് 8,500 രൂപയാണ്. അതായത് സാധാരണ രീതിയിൽ 85,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തൊരു ബിസിനസിന് 10% റിട്ടേൺ വെച്ച് കിട്ടുകയാണെങ്കിൽ 8,500 രൂപ കിട്ടുക. നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? നമുക്ക് 10,000 rupees കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു സൂപ്പർ പ്രോഫിറ്റ് ഉണ്ട് അല്ലെ? അപ്പൊ തേർഡ് പീസ് ആയിട്ട് സൂപ്പർ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്തു. സൂപ്പർ പ്രോഫിറ്റ് ഈക്വൽ എന്താണ്? ആക്ച്വൽ ആവറേജ് പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ് ഈക്വൽ 10,000 minus 8,500 equal 1,500. ഓക്കെ, അപ്പൊ നമുക്ക് ഗുഡ്വിൽ കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പൊ നമുക്ക് സൂപ്പർ പ്രോഫിറ്റാ കിട്ടിയത്. ഇനി നോക്കുക, കഴിഞ്ഞ കേസിൽ നമ്മൾ ചെയ്ത പണി എന്താണ്? സൂപ്പർ പ്രോഫിറ്റിനെ നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇതിനെ *3, *4, *2 എന്നൊക്കെ പറഞ്ഞ് ചെയ്യും. ഇവിടെ അങ്ങനെയല്ല ചെയ്യുന്നത്. ഇവിടെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഈ സൂപ്പർ പ്രോഫിറ്റിനെ അങ്ങ് ക്യാപിറ്റലൈസ് ചെയ്യും. ഓക്കെ, അതായത് 1,500 രൂപയാണ് ഇവിടെ നമുക്ക് കിട്ടുന്ന പിന്നെ എന്താണ് ബെനിഫിറ്റ് എന്ന് പറയുന്നത്. എക്സ്ട്രാ ബെനിഫിറ്റ്, എക്സ്ട്രാ ഏണിംഗ് കപ്പാസിറ്റി ഓഫ് ബിസിനസ് എത്ര ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1,500 രൂപയാണ്. ഓക്കെ, ഈ 1,500 രൂപ എക്സ്ട്രാ കിട്ടണമെങ്കിൽ ഓൻ എത്ര ഇൻവെസ്റ്റ് ചെയ്യണം? സാധാരണ രീതിയിൽ 1,500 രൂപ എക്സ്ട്രാ കിട്ടണമെങ്കിൽ, 1,500 രൂപയുടെ റിട്ടേണുകൾ കിട്ടണമെങ്കിൽ അവൻ ആ ബിസിനസ്സിൽ എത്ര ഇൻവെസ്റ്റ് ചെയ്യണം? ഒരു 15,000 രൂപ കൂടി ഇൻവെസ്റ്റ് ചെയ്യണം അല്ലെ? 15,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തെങ്കിലല്ലേ 10% വെച്ച് റിട്ടേൺ കിട്ടുമ്പോൾ 1,500 രൂപ കിട്ടുള്ളൂ അല്ലെ? ഓക്കെ ആണ്. അതായത് 1,500 രൂപ കിട്ടണമെങ്കിൽ 10% റിട്ടേൺ എങ്കിൽ 115,000 rupees ഇൻവെസ്റ്റ് ചെയ്യണം. ഓക്കെ, അതായത് ഇവിടെ ഗുഡ്വില്ലിലേക്ക് ഒരു 15,000 രൂപ കൂടി നമ്മൾ മുടക്കിയിട്ട് വെച്ചിട്ട് ഒരു കുഴപ്പമില്ല. കാരണം എന്താണ്? നമുക്കൊരു 1,500 രൂപ എക്സ്ട്രാ ഇവിടെ കിട്ടുന്നുണ്ട്. നമ്മളൊന്നും ചിന്തിക്കണ്ട, സിംപ്ലി ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് മനസ്സിലായിക്കോ. എന്താണ്? Under this method, goodwill is calculated by directly capitalizing super profit. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് അതാണ്. അടുത്ത സ്റ്റെപ്പ് എന്താണ്? ക്യാപിറ്റലൈസ് സൂപ്പർ പ്രോഫിറ്റ്. ക്യാപിറ്റലൈസ് സൂപ്പർ പ്രോഫിറ്റ്. എങ്ങനെയാണ് സൂപ്പർ പ്രോഫിറ്റ് ക്യാപിറ്റലൈസ് ചെയ്യാം? 1,500 സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു 100 ഡിവൈഡ് ബൈ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു 100 ഡിവൈഡ് ബൈ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ഈക്വൽ 15,000. Goodwill equal 15,000.
ഈ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് സൂപ്പർ പ്രോഫിറ്റ് തന്നെയാണ് എന്ത് ഗുഡ്വിൽ എന്ന് പറയുന്നത്. ഇനി ഇതിൽ നിന്ന് കുറക്കാനൊന്നും പോകണ്ട, മൈനസ് ചെയ്യാനൊന്നും പോകണ്ട. നേരത്തെ ഇതിന്റെ തൊട്ട് മുന്നേ പഠിച്ച സ്റ്റെപ്പിൽ ഒരു മൈനസ് വന്നിരുന്നു അല്ലെ? എന്താ മൈനസ് ചെയ്ത് നമ്മള്? ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ആവറേജ് പ്രോഫിറ്റിൽ നിന്ന് ക്യാപിറ്റൽ എംപ്ലോയിഡ് മൈനസ് ചെയ്തിരുന്നു. ആ മൈനസ് ചെയ്യാൻ ഇവിടെ പോകണ്ട, ഇവിടെ നേരിട്ട് സൂപ്പർ പ്രോഫിറ്റിനെ നേരിട്ട് ക്യാപിറ്റലൈസ് ചെയ്യാം. ഇൻറ്റു 100 ഡിവൈഡ് ബൈ നോമിനൽ റേറ്റ് ഓഫ് റിട്ടേൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ഗുഡ്വിൽ. അത് തന്നെയാണ് ഗുഡ്വിൽ. മൈനസ് ചെയ്യാൻ പോകണ്ട. എന്തുകൊണ്ടാണ് മൈനസ് ചെയ്യേണ്ടെന്ന് പറയുന്നത് അറിയോ? മൈനസ് ചെയ്യുന്ന പരിപാടി നമ്മൾ ആദ്യം ചെയ്തിട്ടുണ്ട്. സൂപ്പർ പ്രോഫിറ്റ് കണ്ടപ്പോ ആവറേജ് പ്രോഫിറ്റ് നിന്ന് നോർമൽ പ്രോഫിറ്റ് മൈനസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഇഫക്റ്റ് സെയിം ആണ്. ഓക്കെ, അതുകൊണ്ട് ഇവിടെ പിന്നെ ഒരു മൈനസ് ഇല്ല. ഇതിനാണ് ആൻസർ. ഇനി നോക്കുക, ഈ 15ഉം ഈ 15ഉം തമ്മിലൊരു ബന്ധമല്ലേ? നമ്മൾ നേരത്തെ പിന്നെ ഇറേസ് ചെയ്യാതെ വെച്ച് 15 ഇതെന്താണ്? ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരമുള്ള ഗുഡ്വില്ലാണ്. ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ് പ്രകാരമുള്ള ഗുഡ്വില്ലാണിത്. ഇത് ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ് പ്രകാരമുള്ള ഗുഡ്വില്ലാണ്. രണ്ടും സെയിം ആൻസർ. ഓക്കെ, നേരെ കുറച്ച് നോക്കൂ. നമ്മൾ ഇതിന്റെ മുന്നേ കണ്ട ആവറേജ് പ്രോഫിറ്റും വെയിറ്റഡ് ആവറേജ് പ്രോഫിറ്റും സൂപ്പർ പ്രോഫിറ്റും മൂന്നിലും 3 വ്യത്യസ്ത ആൻസർ നമുക്ക് കിട്ടിയിരുന്നു. സെയിം ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും ഡിഫറെന്റ് ആൻസേഴ്സ് ആയിരുന്നു നമുക്ക് കിട്ടിയിരുന്നത്. ഇവിടെ നമുക്ക് രണ്ടും സെയിം ആൻസർ കിട്ടുന്ന മാത്രമല്ല കുറച്ചുകൂടി റിലയബിൾ ആയിട്ടുള്ള, കുറച്ചും കൂടി ഡിപ്പെൻഡബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് കൂടിയാണ്. ഓക്കെ, പക്ഷെ എല്ലാ മെത്തേഡും നമ്മൾ പഠിക്കണം. എല്ലാത്തിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുന്ന സമയത്ത് എല്ലാത്തിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ്. പക്ഷെ പ്രാക്ടിക്കൽ വ്യൂവിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഇത് രണ്ട് മെത്തേഡും, ഈ രണ്ട് മെത്തേഡ് നമുക്ക് കുറച്ചുകൂടി റിലയബിൾ ആയിട്ടുള്ള മെത്തേഡ്സ് ആണ്. ഓക്കെ, റെഡി ആണല്ലോ? ഇനിയൊരു മെത്തേഡും കൂടി ഉണ്ട് കേട്ടോ. 6th മെത്തേഡ്, പ്രസന്റ് വാല്യൂ ഓഫ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് പറഞ്ഞിട്ട്. പ്രസന്റ് വാല്യൂ ഓഫ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് പറയണോ? വേണ്ട, അത് നമ്മുടെ സിലബസ് നിന്ന് തൽക്കാലത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, 2 വർഷമായിട്ട് അത് സിലബസ് ഔട്ടാണ്. അതുകൊണ്ട് ഇനിയിപ്പോ ഈ ബുദ്ധിമുട്ട് ഈ ഒരു കൊറോണ പീരീഡിൽ നമ്മൾ അതും കൂടി ഇനി പറയണ്ട. ഓക്കെ, വേണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ടെക്സ്റ്റ് ബുക്കിലൊക്കെ നോക്കിയിട്ട് വേണമെന്ന് താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു. ഓക്കെ, അപ്പൊ തൽക്കാലത്തേക്ക് നമ്മളിവിടെ നിർത്താണ്. ഗുഡ്വിൽ കാൽക്കുലേഷന്റെ മെത്തേഡുകൾ അല്ലെ, 5 കേസുകൾ. 3 കേസേ പറയുന്നുള്ളൂ എങ്കിലും നമ്മളതിനെ വലിച്ചതിന്റെ 5 ആക്കും. എങ്ങനെയാണ്? സിമ്പിൾ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്, വെയിറ്റഡ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്, സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്, ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്, ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്. ഓക്കെ, ഇനി നമ്മള് ഒന്ന് സ്റ്റേജ് മാറാൻ പോകും. എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? ഈ ഗുഡ്വിൽ കാൽക്കുലേഷനും സാക്രിഫൈസിങ് റേഷ്യോയും ഒക്കെ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ഒരു പണി പറയുമ്പോ കുറെ സംഗതി നമ്മൾ ചെയ്തു അല്ലേ? ബേസ് ആയിട്ട് കുറെ സംഗതികൾ ഗുഡ്വിൽ കാൽക്കുലേഷൻ ചെയ്തു, സാക്രിഫൈസിങ് റേഷ്യോ ചെയ്തു, ഒക്കെ ചെയ്തു. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാ? ഒരു ന്യൂ പാർട്ണറെ നമ്മുടെ ബിസിനസ്സിലേക്ക് അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റുകളുണ്ട്. അതിലേക്ക് വേണ്ട ചില ബേസ് ആയിട്ടുള്ള എന്താ പറയാ ചില പൊടിക്കൈകൾ നമ്മൾ ചെയ്തു വെച്ചിരിക്കുകയാണ്. ഇനി ആളെ അഡ്മിറ്റ് ചെയ്താൽ മതി. ഓക്കെ, കാൽക്കുലേഷൻ അതിന്റെ പണികളൊക്കെ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, നോക്കാം. അപ്പൊ നമുക്കറിയാം, ഫസ്റ്റ് അഡ്മിഷൻ ഓഫ് എ പാർട്ണർ എന്നുള്ള കേസിൽ നമ്മൾ പഠിച്ചൊരു പോയിന്റ് ഉണ്ട്. എന്താണ്? വാട്ട് ആർ ദ 2 rights acquired by a newly admitted partner എന്ന് ചോദിക്കാറുണ്ട്. വാട്ട് ആർ ദ 2 rights acquired by a newly admitted partner? എന്തൊക്കെയാണ്? ഒരാൾ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അയാൾക്ക് കിട്ടുന്ന 2 അവകാശങ്ങളുണ്ട്, 2 റൈറ്റ്സ് ഉണ്ട്. എന്തൊക്കെയാണ്? ഒന്ന്, റൈറ്റ് ടു ഷെയർ ദ അസറ്റ്സ് ഓഫ് ദ ബിസിനസ്. സെക്കൻഡ് വൺ, റൈറ്റ് ടു ഷെയർ ദ പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് ദ ബിസിനസ്. ഒന്ന് റൈറ്റ് ടു ഷെയർ ദ അസറ്റ്സ് ഓഫ് ദ ബിസിനസ്, മറ്റൊന്ന് റൈറ്റ് ടു ഷെയർ ദ പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് ദ ബിസിനസ്. എക്സാമിന് ചോദിക്കാറുള്ള സംഗതിയാണ്. വാട്ട് ആർ ദ 2 rights acquired by a newly admitted partner? ഈസിയാണ്. 2 കാര്യങ്ങളാണ് അയാൾക്കുള്ള അവകാശങ്ങൾ. ഏതൊക്കെയാണ്? ഒന്ന്, റൈറ്റ് ടു ഷെയർ ദ അസറ്റ്സ് ഓഫ് ദ ബിസിനസ്. കാരണം അവന്റെ കൂടിയാണത്, അവനും കൂടി മുതൽ മുടക്കാണ്. അതുകൊണ്ട് അതിലെ അസറ്റ് ഷെയർ ചെയ്യാനുള്ള അവകാശം അവന് കൂടി ഉണ്ട്. മറ്റൊന്ന്, റൈറ്റ് ടു ഷെയർ ദ പ്രോഫിറ്റ്സ് ഓഫ് ദ ബിസിനസ്. എന്നിട്ട് അതിന്റെ കൂടെ കൂട്ടി നമ്മൾ വായിച്ചു, അല്ലെങ്കിൽ അതിന്റെ കൂടെ കൂട്ടി നമ്മൾ പഠിച്ചു. എന്തായിരുന്നു? In order to get the right to share the assets of the business, the new partner is required to bring his share of capital. In order to get his share of assets, he has to contribute his share of capital. Okay, for getting
the right to share the assets of the business, he has to contribute his share of capital. എന്നിട്ട് തൊട്ട് താഴെ പറയാണ് to get the right to share the profits of the business, he has to contribute his share of goodwill എന്ന് കൂടി പറയണം. ഓക്കെ, അയാൾ എന്ത് ചെയ്യണം? പ്രോഫിറ്റ് ഷെയർ ചെയ്യാനുള്ള റൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അയാളുടെ ഗുഡ്വില്ലിന്റെ ഷെയർ കൂടി കൊണ്ടുവരണം. ആ ബിസിനസ്സിൽ ഉള്ള ഗുഡ്വില്ലിന്റെ ഷെയർ കൂടി അയാൾ ഇങ്ങോട്ട് ബ്രിങ് ചെയ്യണം. വെറുതെ വെറും കൈയോടെ വന്നാൽ പോരാ. പുതുതായിട്ട് കയറി വരുന്ന ന്യൂ പാർട്ണർ രണ്ട് സംഗതികൾ കൊണ്ടുവരണം. രണ്ട് കയ്യിൽ സാധനങ്ങൾ വേണം. ഓക്കെ, ഫ്രൂട്ട്സ് ഒരു കയ്യില് ബേക്കറി, രണ്ട് കയ്യില് ഐറ്റംസ് വേണം. ഒരു കയ്യിൽ എന്താ ഉള്ളത്? ക്യാപിറ്റൽ. മറ്റേ കയ്യിൽ എന്താ ഉള്ളത്? ഗുഡ്വിൽ. ഓക്കെ, ക്യാപിറ്റൽ കൊണ്ടുവരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഗെറ്റ് ദ ഷെയർ ഇൻ അസറ്റ്സ് ഓഫ് ബിസിനസ്. ഓക്കെ, ടു ഗെറ്റ് ദ ഷെയർ ഓഫ് അസറ്റ്സ് ഓഫ് ദ ബിസിനസ്. മറ്റേ കയ്യിലുള്ള സാധനം എന്തിനു വേണ്ടിയിട്ടാണ്? എന്തിനാണ് ഗുഡ്വിൽ കൊണ്ടുവരുന്നത്? ടു ഗെറ്റ് ദ റൈറ്റ് ടു ഷെയർ ദ പ്രോഫിറ്റ്സ് ഓഫ് ദ ബിസിനസ്. ഓക്കെ, എന്നിട്ട് നമ്മൾ നോക്കും, കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതും തിരുത്തുട്ടോ, അതിനൊന്നും വേണ്ടിയിട്ടല്ല എന്ന് നമ്മൾ പറയും. ഇപ്പൊ തൽക്കാലം നിങ്ങൾ ഇങ്ങനെ പഠിക്കും. തൽക്കാലത്തേക്ക് ഫോർ ദ ടൈം ബീയിങ് തൽക്കാലത്തേക്ക് ഇങ്ങനെ മനസ്സിലാക്കുക. കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതും തിരുത്തി പറയും. കാരണം അപ്പൊ നിങ്ങൾ കുറച്ചും കൂടി ഡെവലപ്ഡ് ആവും, അല്ലെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾ അഡ്വാൻസ്ഡ് ആവും. അപ്പൊ നമുക്ക് ഒന്നും കൂടി തിരുത്താൻ പറ്റും. ഇപ്പൊ തൽക്കാലം ഇങ്ങനെ മനസ്സിലാക്കുക. ഇയാൾ കയറി വരുമ്പോൾ അഡ്മിഷന് വേണ്ടിയിട്ട് ഇയാൾ കയറി വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇയാളെ ന്യൂലി അഡ്മിറ്റഡ് പാർട്ണർ വരുന്ന സമയത്ത് അയാൾ രണ്ട് സംഗതികൾ കൊണ്ടുവരണം. ക്യാപിറ്റലും കൊണ്ടുവരണം, ഗുഡ്വില്ലും കൊണ്ടുവരണം. ഓക്കെ, എന്നിട്ട് നോക്കാം, ആ കൊണ്ടുവരുന്ന ഗുഡ്വില്ലിനെ ഓൾഡ് പാർട്ണേഴ്സിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. should be divided to old partners capital accounts. ഏത് റേഷ്യോയില്? in their sacrificing ratio. അതിനാണ് നമ്മൾ എന്ത് ചെയ്തത്? കുറെ മെനക്കെട്ട് സാക്രിഫൈസിംഗ് റേഷ്യോ കാൽക്കുലേഷൻ പഠിച്ചില്ലേ? ഓക്കെ, ഇനി അത് പൊടി തട്ടി എടുക്കട്ടോ. 5 കേസ് നമുക്കറിയാം. ആ 5 കേസിൽ നമ്മൾ കണ്ടു we need not calculate sacrificing ratio. ഇവിടെ നമ്മളോട് സാക്രിഫൈസിംഗ് റേഷ്യോ കാണാൻ പറഞ്ഞാൽ നമ്മൾ ഇരുന്ന് കണക്കൂട്ടൊന്നും വേണ്ട. ആ ഐഡിയ നമുക്ക് ഉണ്ടെങ്കിൽ, ആ കോൺസെപ്റ്റ് നമുക്ക് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നമ്മളത് ഇരുന്ന് കാൽക്കുലേറ്റ് ചെയ്യേണ്ട. നമുക്കറിയാം എന്താണ് സാക്രിഫൈസിംഗ് റേഷ്യോ. ഓക്കെ, സാക്രിഫൈസിംഗ് റേഷ്യോ എപ്പോ മാത്രമേ കണക്ക് കൂട്ടേണ്ടതുള്ളൂ, കാൽക്കുലേറ്റ് ചെയ്യേണ്ടതുള്ളൂ? എപ്പോ മാത്രമാണ്? ഇഫ് ദ ഓൾഡ് റേഷ്യോ ആൻഡ് ന്യൂ റേഷ്യോ ആർ സെപ്പറേറ്റ്ലി ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ. അപ്പൊ മാത്രമേ നമ്മൾ എന്ത് ചെയ്യേണ്ടതുള്ളൂ? അത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ സാക്രിഫൈസിംഗ് റേഷ്യോയിലാണ് കൊണ്ടുവരുന്ന ഗുഡ്വില്ലിനെ ഓൾഡ് പാർട്ണേഴ്സിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത് എന്ന് മാത്രം തൽക്കാലം മനസ്സിലാക്കുക. ഓക്കെ, അത് നോക്കാം. നോക്കൂ, സപ്പോസ് എ ആൻഡ് ബി are partners in a firm sharing profits in the ratio 3:2. They admit C as a new partner by giving him 1/6 share. C contributed rupees 50,000 as his capital. C contributed rupees 50,000 as his capital and rupees 20,000 for his share of goodwill. 20,000 for his share of goodwill. ഒന്നിട്ട് നോക്കാം. A and B are partners sharing profits in the ratio 3:2. Mean old ratio 3:2. They admit C as a new partner by giving him 1/6 share. C contributed rupees 50,000 as capital and rupees 20,000 as his share of goodwill. Pass necessary journal entries at the time of admission of C. Pass necessary journal entries in connection with the admission of C എന്ന് നമ്മളോട് പറയണം. എങ്കിൽ എങ്ങനെയാണ് നമ്മൾ എൻട്രി എഴുതുക എന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതിയുണ്ട്. ഗുഡ്വിൽ കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ ഇദ്ദേഹം ക്യാഷ് ആയിട്ടാണ് ഗുഡ്വിൽ കൊണ്ടുവരുന്നത്. ഇവിടെ ക്യാഷ് ആയിട്ട് അല്ലാത്ത കേസും ഉണ്ട്, അത് നമ്മൾ പിന്നീട് പറയും. ക്യാഷ് ആയിട്ട് ഗുഡ്വിൽ കൊണ്ടുവരികയാണ് ബിസിനസ്സിലേക്ക്. ക്യാഷ് ആയിട്ട് ഒരു പാർട്ണർ, ന്യൂ പാർട്ണർ ഗുഡ്വിൽ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിന് നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട്, പ്രീമിയം മെത്തേഡ്. നമ്മളതിനെ വിളിക്കാം പ്രീമിയം മെത്തേഡ്. പ്രീമിയം
ഈ ഗുഡ്വില്ലിനെ വിളിക്കുന്ന മറ്റൊരു പേര് പ്രീമിയം എന്നാണ്. ഓക്കെ, ഇതിനെ ഗുഡ്വിൽ എന്ന് വിളിക്കാം അല്ലെങ്കിൽ പ്രീമിയം എന്ന് വിളിക്കാം. അപ്പൊ എന്താണ് പ്രീമിയം എന്ന് വെച്ചാൽ ആൻസർ ദ എമൗണ്ട് ഓഫ് ഗുഡ്വിൽ contributed by the new partner is known as premium. The amount of goodwill contributed by the new partner is known as premium. Okay, ഈ എമൗണ്ടിനെ വിളിക്കുന്ന പേരാണ് പ്രീമിയം. ഈ പ്രീമിയം എമൗണ്ടിനെ എന്താണ് ചെയ്യേണ്ടത്? അത് യഥാർത്ഥത്തിൽ ബിസിനസ്സിന് എടുക്കാനുള്ളതാണോ? അല്ല, മറിച്ച് ഓൾഡ് പാർട്ണേഴ്സിന് അവരുടെ സാക്രിഫൈസിങ് റേഷ്യോയില് ഡിവൈഡ് ചെയ്തെടുക്കാനുള്ള സാധനമാണ് പ്രീമിയം. ഓൾഡ് പാർട്ണേഴ്സിന് അവരുടെ സാക്രിഫൈസിങ് റേഷ്യോയില് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രീമിയം ഉപയോഗിക്കുന്നത്. ഈ പ്രീമിയത്തെ നമ്മൾ എന്തിനാ ഉപയോഗപ്പെടുത്തുന്നത്? ഓൾഡ് പാർട്ണേഴ്സിന് അവരുടെ സാക്രിഫൈസിങ് റേഷ്യോയില് എമൗണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈ കേസ് വരുമ്പോ നമ്മൾ എന്ത് ജേർണൽ എൻട്രി എഴുതാൻ നോക്കാം. ആദ്യം നോക്കാം നമുക്ക് ക്യാപിറ്റൽ കൊണ്ടുവന്ന ഇയാള് അല്ലേ, ഇദ്ദേഹം ക്യാപിറ്റൽ കൊണ്ടുവന്നു. ഫസ്റ്റ് ജേർണൽ എൻട്രി for capital, for contributing capital. The entry will be, നമുക്കറിയാം സാധാരണ ഇതിൽ കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ എഴുതിയ എൻട്രി തന്നെ, cash account debtor to seize capital, cash account debtor to seize capital. എമൗണ്ട് എത്രയാണ്? 50,000. ഓക്കെ, റെഡി അല്ലേ? നരേഷൻ എന്താ എഴുതാം? ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ടഡ് ബൈ സി എന്ന് എഴുതാം. ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ടഡ് ബൈ സി. ഇനി എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ബൈ സി എന്ന് എഴുതാം 50,000. ഇനി നോക്കാം, അദ്ദേഹം 20,000 റുപ്പീസ് ഗുഡ്വിൽ ആയിട്ട് കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, എങ്ങനെ നമ്മൾ എഴുതാം? അപ്പോൾ എഴുതുന്ന രീതി വ്യത്യാസം വന്നപ്പോ നോക്കൂ, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ഗുഡ്വിൽ. ശ്രദ്ധിക്കുക, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ഗുഡ്വിൽ ഓർ പ്രീമിയം. Cash account debtor to goodwill or premium. Amount എത്രയാണ് എഴുതുന്നത്? 20,000. ഇവിടെ പലർക്കും ഒരു ഡൗട്ട് വരാം. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സില്, വിക്ടേഴ്സിന്റെ ക്ലാസ്സിൽ ഇത് പറഞ്ഞ സമയത്ത് പലർക്കും സംശയം ഉണ്ടായിട്ടുണ്ടാവാം. ചിന്തിച്ചൊരു സംശയം ഉണ്ടായിട്ടുണ്ടാവും, ചിന്തിക്കാത്തൊരു സംശയം ഉണ്ടായിട്ടുണ്ടാവും. അതായത് നമുക്കറിയാം ഗുഡ്വിൽ എന്ന് പറയുന്ന ഒരു അസറ്റാണ്. ഓക്കെ, ഗുഡ്വിൽ എന്ന് പറയുന്ന ഒരു അസറ്റാണ്. അസറ്റിന് എല്ലായ്പ്പോഴും ഡെബിറ്റ് ബാലൻസ് ഉണ്ടായിരിക്കും, ആണല്ലോ. അസറ്റല്ലേ ഗുഡ്വില്? ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിലൊക്കെ നമ്മൾ ഗുഡ്വിൽ എന്ന സാധനം കാണാറ്. അങ്ങനെ ഒരു സാധനം നോർമൽ കേസിൽ അതിന് എന്ത് ബാലൻസ് ഉണ്ടാവുക? ഡെബിറ്റ് ബാലൻസ് ഉണ്ടാവുക. പക്ഷെ ഇവിടെ എത്തിയപ്പോ, സെക്കൻഡ് ഇയറിൽ എത്തിയപ്പോ, അല്ലെങ്കിൽ ഈ ചാപ്റ്ററിൽ എത്തുന്ന സമയത്ത് ഗുഡ്വിൽ ഇവിടെ കയറണം, അല്ലെ? ക്രെഡിറ്റിൽ പോകുന്നത് എന്തുകൊണ്ടാണ്? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ഗുഡ്വിൽ എന്നല്ല പറയുന്നത്. ഒരു ഡൗട്ട് നമുക്ക് വന്നേക്കാം, ഇവിടെ മനസ്സിലാക്കാം. ഇവിടെ നമ്മൾ ഗുഡ്വിൽ എന്ന് പറയുന്ന ആക്ച്വലി ഈ സി എന്ന് പറയുന്ന പാർട്ണർ കൊണ്ടുവരുന്ന പ്രീമിയത്തെ ഒരു പേരിട്ട് വിളിക്കാൻ വേണ്ടിയിട്ട്, തൽക്കാലത്തേക്ക് ഗുഡ്വില്ലിലേക്കാണ് ഇത് കൊണ്ടുവരുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ടെമ്പററി അക്കൗണ്ട് ആയിട്ട്, ഒരു മെമ്മോറണ്ടം അക്കൗണ്ട് ആയിട്ടാണ് നമ്മളിവിടെ ഈ ഗുഡ്വില്ലിനെ ഉപയോഗിക്കുന്നത്. ഇപ്പൊ തന്നെ നമ്മൾ അതിനെ കട്ട് ചെയ്യും. ഈ ഗുഡ്വില്ലിനെ ഇപ്പൊ തന്നെ നമ്മൾ തട്ടും. ഇതിനിപ്പോ തട്ടി ഒഴിവാക്കും, നമ്മൾ വെട്ടി ഒഴിവാക്കും. ശ്രദ്ധിക്കാൻ നമ്മൾ. ഓക്കെ, അപ്പൊ ഇങ്ങനെ മനസ്സിലാക്കുക. ഇപ്പൊ നമ്മൾ ഗുഡ്വില്ലിനെ തൽക്കാലം ക്രെഡിറ്റ് ചെയ്തിട്ടുള്ളത് ഒരു ടെമ്പററി അക്കൗണ്ടിലേക്ക്. ഈ ക്യാഷ് കൊണ്ടുവന്നത് എന്തിനാന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്, എന്തിലേക്കാണ് ഈ ക്യാഷ് കൊണ്ടുവന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് തൽക്കാലത്തേക്ക് നമ്മളൊരു ടെമ്പററി, ഒരു ക്യാഷ് മെമ്മറി എന്നൊക്കെ പറയുന്ന പോലെ ഒരു തൽക്കാലത്തേക്ക് ഒരു അക്കൗണ്ടിലേക്ക് നമ്മൾ മാറ്റി വെക്കണം, ഒരു മെമ്മോറണ്ടം അക്കൗണ്ടിലേക്ക്. അതിന് പേരിടുക നമ്മൾ ഗുഡ്വിൽ ഓർ പ്രീമിയം എന്ന്. ഓക്കെ, ഇനി നോക്കൂ, ഉടനെ നമ്മൾ എൻട്രി എഴുതണം. ഈ എൻട്രി ഇപ്പൊ തന്നെ നമ്മൾ ഇതിന്റെ ഇഫക്റ്റ് ഒന്ന് തരതിരിച്ചിടാൻ പോവാണ്. നോക്കുക, തേർഡ് എൻട്രി ആയിട്ട് നമ്മൾ എന്താ എഴുതാന്നറിയോ? ഈ ഗുഡ്വില്ലിനെ ഓൾഡ് പാർട്ണേഴ്സിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ പോവാം. ഈ ഗുഡ്വില്ലിനെ ഓൾഡ് പാർട്ണേഴ്സിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഏത് റേഷ്യോയില്? അവരുടെ സാക്രിഫൈസിങ് റേഷ്യോയില്. ഓക്കെ, എന്തായിരിക്കും എൻട്രി വരിക? ആർക്കാണ് കിട്ടാനുള്ളത്? ഗുഡ്വില്ലിന്റെ ക്യാഷ് ആർക്കാണ് കിട്ടാനുള്ളത്? ഓൾഡ് പാർട്ണേഴ്സ് ആയിട്ടുള്ള എയും ബിയും. ഒരു പാർട്ണർക്ക് കിട്ടുക എന്ന് പറയുമ്പോൾ എനിക്ക് കിട്ടണം, എനിക്കൊരു ബെനിഫിറ്റ് ആവണത്. ഓക്കെ, എന്റെ അക്കൗണ്ടിൽ കൂടണം, എന്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് വരണം, അല്ലെങ്കിൽ എന്റെ അക്കൗണ്ടിൽ പ്ലസ് ആവണം എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യാം? അവരുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കും. എന്താണ് അവർക്ക് കിട്ടുന്നത്? ഗുഡ്വില്ലാണ് കിട്ടുന്നത്. ഓക്കെ, ഗുഡ്വിൽ കിട്ടുകയാണ്, അവരുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് പോകണം. ഓക്കെ, അപ്പൊ അർത്ഥം നോക്കൂ, ഗുഡ്വില്ലിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുകയും
കൺസേൺഡ് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യും. ആരൊക്കെയാണ് കൺസേൺഡ് പാർട്ണേഴ്സ്? ഇവിടെ ഓൾഡ് പാർട്ണേഴ്സ് ആരൊക്കെയാണ് സാക്രിഫൈസ് ചെയ്തത്? എയും ബിയും ആണ് സാക്രിഫൈസ് ചെയ്തത്. എൻട്രി വിൽ ബി, നോക്കൂ, ഈ എഴുതിയ ക്രെഡിറ്റ് ചെയ്ത ഗുഡ്വില്ലല്ലേ, അതിന് നമ്മളിപ്പോ ഡെബിറ്റ് ചെയ്യണം. അതിന് തീരെ ആയുസില്ല കേട്ടോ, ഈ ഗുഡ്വില്ലിന് തീരെ ആയുസില്ല. ഓക്കെ, ജസ്റ്റ് എഴുതി അപ്പൊ തന്നെ ക്ലോസ് ചെയ്യണം. ഗുഡ്വിൽ ഡെറ്റർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതി ഗുഡ്വിൽ ഡെറ്റർ 20,000 ടു എ's ക്യാപിറ്റൽ ടു b's ക്യാപിറ്റൽ. ഏത് റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യേണ്ടത്? 3:2 എന്നുള്ള റേഷ്യോയിൽ. 3:2 എന്നുള്ള റേഷ്യോയിൽ 3:2 എന്നുള്ള റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന എത്രയാണ്? 20,000 രൂപ കൊണ്ടുവന്നത് 12, 12,000 ആൻഡ് 8,000. അതല്ല വരിക 3, 2, 5. ഓക്കെ, 12,000 ആൻഡ് 8,000. ഇങ്ങനെയാണ് ആൻസർ നമുക്ക് കിട്ടുക. ഇനി ഈ ചിത്രം നോക്കാം. നിങ്ങൾ ക്യാഷ് ക്യാപിറ്റലായിട്ട് ക്യാഷ് കൊണ്ടുവന്നപ്പോ ക്യാപിറ്റൽ കൊണ്ടുവന്നു, അതിലേക്കുള്ള ക്യാഷ് സി കോൺട്രിബ്യൂട്ട് ചെയ്തു. നമ്മൾ എഴുതി ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സി ക്യാപിറ്റൽ. ഒരു കൺഫ്യൂഷൻ നമുക്കില്ല, നമ്മൾ പഠിച്ച സംഗതിയാണ്. ഓക്കെ, ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ബൈ എ പാർട്ണർ, ബൈ എ ന്യൂ പാർട്ണർ. ഇനി നോക്കുക, ഗുഡ്വില്ലിലേക്ക് ഇദ്ദേഹം 20,000 രൂപ കൊണ്ടുവന്നു. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ഗുഡ്വിൽ നേടി. ഇത് ടെമ്പററി അക്കൗണ്ട് ആണ്, തൽക്കാലത്തേക്ക് നമ്മൾ കാണിച്ചാണ്. ഓക്കെ, നമുക്ക് ഡൗട്ട് വരാം, ഗുഡ്വില്ലിന് ഡെബിറ്റ് ബാലൻസ് അല്ല വരേണ്ടത് തോന്നാം. ഇത് പിന്നെ അസറ്റ് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന ഗുഡ്വിൽ അല്ല, മറിച്ച് ഇദ്ദേഹം കൊണ്ടുവരുന്ന എമൗണ്ട് ഓഫ് ഇയാളുടെ ഷെയർ ഓഫ് ഗുഡ്വിൽ. ഓക്കെ, ഗുഡ്വില്ലിന്റെ ഇയാളുടെ ഷെയർ അത് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കാണിച്ചതാണ് 20,000 രൂപ. ടെമ്പററി അക്കൗണ്ട് ആണ്. ആ അക്കൗണ്ടിനെ ഉടനെ നമ്മൾ ക്യാൻസൽ ചെയ്യാണ്. തേർഡ് എൻട്രി നോക്കൂ, ഗുഡ്വിൽ ഓർ പ്രീമിയം അക്കൗണ്ട് ഡെറ്റർ ടു എ's ക്യാപിറ്റൽ ടു b's ക്യാപിറ്റൽ. എന്താ ഇവിടെ നമ്മൾ നരേഷൻ എഴുതാം? ഇവിടെ എന്താ നമ്മൾ നരേഷൻ എഴുതാം? എന്താ എഴുതാം? ഷെയർ ഓഫ് ഗുഡ്വിൽ കോൺട്രിബ്യൂട്ടഡ് ബൈ സി എന്ന് എഴുതും. ഗുഡ്വിൽ ഷെയർ കോൺട്രിബ്യൂട്ടഡ് ബൈ സി എന്ന് എഴുതും. ഇവിടെ നമ്മൾ എഴുതാം ഗുഡ്വിൽ ട്രാൻസ്ഫർ ടു ഓൾഡ് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്സ് ഇൻ ദെയർ സാക്രിഫൈസിംഗ് റേഷ്യോ. ഓക്കെ, ഇൻ ദെയർ സാക്രിഫൈസിംഗ് റേഷ്യോ. ഇവിടെ നമുക്ക് സാക്രിഫൈസിംഗ് റേഷ്യോ എഴുതാൻ 3:2 അല്ലേ സാക്രിഫൈസിംഗ് റേഷ്യോ? 3:2 ആണ് സാക്രിഫൈസിംഗ് റേഷ്യോ. എങ്ങനെ നമുക്ക് പെട്ടെന്ന് എഴുതാൻ സാധിച്ചു? കാൽക്കുലേഷൻ നടത്താതെ പെട്ടെന്ന് നമുക്ക് സാക്രിഫൈസിംഗ് റേഷ്യോ എഴുതാൻ സാധിച്ചത് എന്തുകൊണ്ടാണ്? നമുക്ക് ഈ മെത്തേഡ് അറിയാം. ഇത് ഫസ്റ്റ് കേസാണ് അല്ലെ? ഫസ്റ്റ് കേസിൽ ഓൾഡ് റേഷ്യോയും സാക്രിഫൈസിംഗ് റേഷ്യോയും സെയിം ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു കേസ് തരാണെങ്കിൽ 3:2 ആണ്, 1/6 കൊടുക്കുന്നു എന്നൊക്കെ പറയുന്ന കേസാണെങ്കിൽ കേസ് 1 ആണ്. ഈ കേസിൽ സാക്രിഫൈസിംഗ് റേഷ്യോയും ഓൾഡ് റേഷ്യോയും സെയിം ആണ്, നമുക്ക് അറിയുന്ന സംഗതിയാണ്. ആ അർത്ഥത്തിൽ നമുക്ക് കാൽക്കുലേഷൻ ഈസിയാണ്. ഈ പണി നമുക്ക് ഇവിടെ അറിയില്ലായിരുന്നെങ്കിലോ, ഈ സാക്രിഫൈസിംഗ് റേഷ്യോ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റെപ്പ് കൂടി നമ്മൾ മുന്നോട്ട് പോകേണ്ടിയിരുന്നു അല്ലെ? അതിനും കൂടി സമയം കളയണമായിരുന്നു അല്ലെ? സാക്രിഫൈസിംഗ് റേഷ്യോ ഈക്വൽ ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ എന്നൊക്കെ പറഞ്ഞിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ സമയം കളയണമായിരുന്നു. പക്ഷെ ഇവിടെ നമുക്ക് അറിയാം 3:2 തന്നെയാണ് ഇവരുടെ സാക്രിഫൈസിംഗ് റേഷ്യോ. ആ അർത്ഥത്തിൽ നമ്മൾ കണ്ടു, ഗുഡ്വില്ലിനെ ഡിവൈഡ് ചെയ്ത് കൊടുത്തു. ഗുഡ്വിൽ അക്കൗണ്ട് ഡെറ്റർ ടു എ ബി എന്ന് പറഞ്ഞ് ഡിവൈഡ് ചെയ്തു. ഓക്കെ, ഇനി നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഇതിന് ആയുസ് കുറവാണ്, ടെമ്പററി അക്കൗണ്ട് ആണ്, മെമ്മോറയുടെ അക്കൗണ്ട് ആണെന്നൊക്കെ പറഞ്ഞില്ലേ. ഇനി നോക്കൂ, ഗുഡ്വില്ലിന് ഒരു ക്രെഡിറ്റ് ബാലൻസ് തൽക്കാലം വെട്ടിട്ടോ. ഗുഡ്വില്ലിന് ഒരു ക്രെഡിറ്റ് ബാലൻസ് തൽക്കാലം വെട്ടി. ഗുഡ്വില്ലിന് ഒരു ഡെബിറ്റ് ബാലൻസ് അതിനെയും വെട്ടി. The effect of this entry is cash account debtor to A to B. Share of goodwill transferred to old partners capital accounts in their sacrificing ratio എന്നൊരു നരേഷൻ എഴുതി കഴിഞ്ഞാൽ ആ എൻട്രി മതി നമുക്ക്. അതായത് ഈ ഒരൊറ്റ എൻട്രിയിലൂടെ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു എ ടു ബി എന്നുള്ള ഒരൊറ്റ എൻട്രിയിലൂടെ ഈ ഗുഡ്വിൽ ട്രീറ്റ്മെന്റ് നമുക്ക് ചെയ്യാൻ പറ്റും. ഗുഡ്വില്ലിലെ അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് എഴുതാൻ പറ്റും. പക്ഷെ നമുക്ക് കുറച്ചും കൂടി കൺവീനിയൻസിന് വേണ്ടിയിട്ട്, കുറച്ചും കൂടി എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇത് നമ്മൾ 2 സ്റ്റെപ്പായിട്ട് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് ഈ ഗുഡ്വിൽ നമ്മൾ സാധാരണ അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന ഗുഡ്വിൽ അല്ല, മറിച്ച് ഒരു ടെമ്പററി അക്കൗണ്ട് കൺവീനിയൻസിന് വേണ്ടിയിട്ട് ഒരു താൽക്കാലിക ഒരു മെമ്മോറൻഡ് അക്കൗണ്ട് നമ്മൾ ഓപ്പൺ ചെയ്യണം. ആ അക്കൗണ്ട് ഉടനെ നമ്മൾ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. ഓക്കെ, ഇഫക്ട് ഓഫ് ദിസ് എൻട്രി ഈസ് ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ഓൾഡ് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്സ്. ഓൾഡ് പാർട്ണേഴ്സിന് കിട്ടാള് കിട്ടി, അവരെ പ്രശ്നം തീർന്നു. ഗുഡ്വില്ലിന്റെ പേര് വെട്ടിയാലൊന്നും കുഴപ്പമില്ല. ഓക്കെ, അവര് കിട്ടാള് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കും.
അല്ലെ? ക്യാഷ് അക്കൗണ്ട് ടു എ, ക്യാഷ് അക്കൗണ്ട് ടു ബി എന്ന് പറയുമ്പോൾ സാധാരണ രീതിയിൽ നമ്മുടെ ചിന്ത എന്താണ്? എയും ബിയും ക്യാപിറ്റൽ ഇങ്ങോട്ട് കൊണ്ടുവന്നു എന്നുള്ളതാണ്. പക്ഷെ മറിച്ച് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഗുഡ്വില്ലിലേക്ക് സി കൊണ്ടുവന്നിട്ടുള്ള ക്യാഷിനെ എക്കും ബിക്കും ക്രെഡിറ്റ് ചെയ്ത് കൊടുത്തു എന്നാണ് ഇതിന് മീനിങ്. അപ്പൊ അത് ക്ലിയർ ആക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഇവിടെ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ഗുഡ്വിൽ എന്ന് പറഞ്ഞ് നമ്മൾ ആദ്യം എഴുതും. അത് കഴിഞ്ഞിട്ട് ആ ഗുഡ്വില്ലിനെ ഉടനെ തന്നെ ഓൾഡ് പാർട്ട്നേഴ്സിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കും. അവിടെ സാക്രിഫൈസിങ് റേഷ്യോ. ഓക്കെ, അപ്പൊ നമ്മള് ഇപ്പൊ പഠിച്ചത് ഇത് മാത്രം മതി. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. തൽക്കാലം ഗുഡ്വിൽ ട്രീറ്റ്മെന്റിന്റെ ഫസ്റ്റ് മെത്തേഡ് ആയിട്ടുള്ള പ്രീമിയം മെത്തേഡ്. അണ്ടർ പ്രീമിയം മെത്തേഡ് the new partner brings his share of goodwill in cash. Under premium method, the new partner brings his share of goodwill in cash. Clear alle? Ayada paisa aita kondarna goodwill. Okay, he brings his share of goodwill in cash, and that same is distributed among the old partners in their old ratio allato. The same is distributed among the old partners in their sacrificing ratio. ഈ കേസിൽ ഇവരുടെ ഓൾഡ് റേഷ്യോയും സാക്രിഫൈസിങ് റേഷ്യോയും സെയിം ആയിരുന്നു. അതുകൊണ്ടാണ് 3:2 എന്നുള്ള റേഷ്യോയിൽ ഡിവൈഡ് ചെയ്തത്. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് സാക്രിഫൈസിങ് റേഷ്യോ കണ്ടെത്തണം. എന്നിട്ട് ആ റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്തത്. ഓക്കെ, റെഡി ആണല്ലോ? ഇനി നോക്കുക, ഒറ്റൊരു പോയിന്റ് കൂടി ഇതുമായിട്ട് കണക്ട് ചെയ്ത് പറയാൻ പറ്റുന്ന ഒരൊറ്റ പോയിന്റ് കൂടി. ഈ കൊണ്ടുവന്ന ക്യാഷ് നമ്മുടെ ബിസിനസ്സിൽ റീറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ, ആരാ കൊണ്ടുവന്ന ക്യാഷ്? സി ഗുഡ്വില്ലിലേക്ക് ഒരു സംഖ്യ കൊണ്ടുവന്നു. ആ കൊണ്ടുവന്ന ക്യാഷ് ബിസിനസ്സിൽ റീറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ, ബിസിനസ്സിൽ കീപ്പ് ചെയ്യാണ്, എ ബി എടുത്ത് കൊണ്ടുപോകണില്ല, അവിടെ കീപ്പ് ചെയ്യുകയാണെങ്കിൽ അതിന് പ്രത്യേകിച്ച് എൻട്രി ഒന്നും വേണ്ട. ഇനി പുതുതായിട്ട് എൻട്രി ഒന്നും എഴുതണ്ട. ഇൻ കേസ് എയും ബിയും ഈ കൊണ്ടുവന്ന ക്യാഷ് എടുത്തുകൊണ്ട് പോകണം, ക്യാഷ് കൊണ്ടുപോകണം, എന്തായിരിക്കും എൻട്രി എഴുതാം? എയും ബിയും ഈ കൊണ്ടുവന്ന ക്യാഷിനെ എടുത്തു കൊണ്ടുപോകണം. എന്താ എൻട്രി ചെയ്യാം? ആരെടുത്തു കൊണ്ടുപോകണം? എയും ബിയും എടുത്തു കൊണ്ടുപോകണം, അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അവരുടെ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണ്ടേ? എ ഡെറ്റർ, ബി ഡെറ്റർ ടു എന്താ കൊണ്ടുപോകണം? ക്യാഷ്. ക്യാഷാണ് കൊണ്ടുവന്നെങ്കിൽ ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യാം. അതൊക്കെ ബേസ് ആയിട്ട് അറിയുന്ന സംഗതിയല്ലേ? എ യും ബിയും ഈ കൊണ്ടുവന്ന അല്ലെങ്കിൽ ഈ സി കൊണ്ടുവന്ന ഗുഡ്വില്ലിനെ വിഡ്രോ ചെയ്ത് കൊണ്ടുപോകണം. അപ്പൊ ഇവിടെ നമ്മൾ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞ് എഴുതരുത്, മറിച്ച് എക്കും ബിക്കും കിട്ടാനുള്ള ഗുഡ്വിൽ സി കൊണ്ടുവന്നതല്ലേ, അത് ബിസിനസ്സിൽ കീപ്പ് ചെയ്യാതെ ഇവർ രണ്ടാളും വീട്ടിൽ എടുത്തുകൊണ്ട് പോകണം. ഓക്കെ, അവര് പെരി കൊണ്ടുപോകണം എന്നർത്ഥം. അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് എന്ത് ചെയ്യണം? അവരുടെ രണ്ടാളുടെ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുകയും ക്യാഷ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുകയും വേണം. ഉദാഹരണം നോക്കൂ, എ 12,000 കൊണ്ടുപോയി അസ്യൂം ചെയ്യാം. എ 12,000 കൊണ്ടുപോയിട്ടുണ്ട്, ബി 8,000 കൊണ്ടുപോയിട്ടുണ്ട്. ഓക്കെ, ടു ക്യാഷ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതാം 20,000 ആണ്. 12,000 ഡെബിറ്റ് ചെയ്യും, 8,000 ഡെബിറ്റ് ചെയ്യും ടു ക്യാഷ്. എ ഡെറ്റർ 12,000, ബി ഡെറ്റർ 8,000 ടു ക്യാഷ് 20,000. ഇനി നോക്കുക, നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് എ ആൻഡ് ബി ഹാഡ് വിഡ്രോൺ the half of goodwill, the half of the amount of goodwill. A and B had withdrawn half of the amount of goodwill എന്നാ പറഞ്ഞെങ്കിലോ പകുതി പൈസ കൊണ്ടുപോയത് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എത്രയാണോ കൊണ്ടുപോയത് അതിന് ഡെബിറ്റ് ചെയ്യും, അല്ലെ? എത്രയാണോ കൊണ്ടുപോയത് അതിനനുസരിച്ച് ഡെബിറ്റ് ചെയ്യും. എ കൊണ്ടുപോയത് 6,000 ആണെങ്കിൽ 6,000 എഴുതും, ബി കൊണ്ടുപോയത് 4,000 ആണെങ്കിൽ 4,000 എഴുതും. ഓക്കെ, ടു ക്യാഷ് എത്രയാണ് കൊണ്ടുപോയത് വെച്ചാൽ അതിന് ടോട്ടൽ 10,000 എവിടെ വരെ? 6,000 4,000 10,000 രൂപയാണ് കൊണ്ടുപോയിട്ടുള്ളത്. അപ്പൊ നോക്കൂ, എ ഡെറ്റർ 6,000, ബി ഡെറ്റർ 4,000 ടു ക്യാഷ് 10,000. പോയിന്റ് 3 കൊണ്ടുവന്ന ഗുഡ്വില്ലിനെ സി ബ്രിങ് ചെയ്ത ഗുഡ്വില്ലിനെ എയും ബിയും വിഡ്രോ ചെയ്യുകയാണെങ്കിൽ the entry will be old partners capital account debtor to cash. Drawings എഴുതരുത് കേട്ടോ, ടു ക്യാഷ് എന്നാണ് എഴുതുന്നത്. എ ഡെറ്റർ ബി ഡെറ്റർ ടു ക്യാഷ് എന്നാണ് നമ്മൾ എഴുതുന്നത്. എത്രയാണ് എമൗണ്ട് കൊണ്ടുപോയത് വെച്ചാൽ ആ എമൗണ്ട് ആണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ഒറ്റ പോയിന്റ് കൂടി ആഡ് ചെയ്യണം, ഒരു പോയിന്റ് കൂടി. ഇനി നോക്കൂ, സി അയാളുടെ ഷെയർ ഓഫ് ഗുഡ്വിൽ എക്കും ബിക്കും പ്രൈവറ്റ് ആയിട്ട് കൊടുക്കണം, സ്വകാര്യമായിട്ട് കൊടുക്കണം. ഔട്ട്സൈഡ് ദ ബിസിനസ്, ബിസിനസ്സിലേക്ക് കൊണ്ടുവരാതെ പുറത്തുനിന്ന് സെറ്റിൽ ചെയ്യണം. നിങ്ങൾ ഗുഡ്വിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്,
എന്നാ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഈ 12,000 8,000 എന്റെ ബില്ല് കയ്യിൽ കൊടുത്തിട്ട് അതവിടെ സോൾവ് ചെയ്യുകയാണെങ്കിൽ നോ എൻട്രി ഈസ് റിക്വേർഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. നോ ജേർണൽ എൻട്രി ഈസ് റിക്വേർഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. പോയിന്റ് ഒന്നും കൂടി മനസ്സിലാക്കുക. ഇഫ് ദ settlement is made privately or outside the business, if the goodwill settlement is made privately or outside the business, no journal entry is required in the books of accounts. No journal entry is needed. Okay, clear ഉള്ളത്? പ്രൈവറ്റ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഔട്ട്സൈഡ് ബിസിനസ് ആണ് ക്യാഷ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ജേർണൽ എൻട്രി എഴുതേണ്ടതില്ല. ഓക്കെ, ക്ലിയർ. നോക്കൂ, പ്രീമിയം മെത്തേഡിൽ ന്യൂ പാർട്ണർ ഗുഡ്വിൽ ബ്രിങ് ചെയ്യുന്നു. ഗുഡ്വിൽ ബ്രിങ് ചെയ്യുന്ന സമയത്ത് എഴുതുന്ന എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ഗുഡ്വിൽ ഓർ പ്രീമിയം. ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഗുഡ്വില്ലിനെ ഓൾഡ് പാർട്ണേഴ്സിന് അവരുടെ സാക്രിഫൈസിംഗ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്നു. There will be goodwill account debtor or premium account debtor to old partners capital accounts. ഈ കേസിൽ to A to B in their sacrificing ratio. Okay. ഇനി ആ എമൗണ്ട് എയും ബിയും വിഡ്രോ ചെയ്യാണ് കൊണ്ടുപോവുകയാണെങ്കിൽ ആ എമൗണ്ട് ബിസിനസ്സിൽ റീറ്റെയിൻ ചെയ്യണമെങ്കിലോ ബിസിനസ് തന്നെ വെക്കുകയാണെങ്കിൽ പിന്നെ എൻട്രിന്റെ ആവശ്യമില്ല. നേരെ മറിച്ച് ആ എമൗണ്ട് അവർ കൊണ്ടുപോകണമെങ്കിൽ ഓൾഡ് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്നാണ് എൻ്റെ എഴുതുന്നത്. ആരാണ് കൊണ്ടുപോയത് അവരെ ഡെബിറ്റ് ചെയ്യാം. എ ഡെറ്റർ ബി ഡെറ്റർ ടു ക്യാഷ്. എത്രയാണ് കൊണ്ടുപോയത് വെച്ചാൽ ആ എമൗണ്ട് എഴുതും. ഇനി കൂടെ നമ്മൾ കൂട്ടി പറഞ്ഞൊരു സംഗതി, ഈ എമൗണ്ട് പ്രൈവറ്റ് ആയിട്ട് ഔട്ട്സൈഡ് ദ ബിസിനസ് കൊടുക്കുകയാണെങ്കിൽ നോ എൻട്രി ഈസ് റിക്വയർഡ് ഇൻ ദ ബുക്സ് ഓഫ്. ഓക്കെ, ക്ലിയർ ആണ്? ഇതുവരെ പറഞ്ഞ സംഗതികൾ ക്ലിയർ ആയിരിക്കും എന്ന് മനസ്സിലാക്കുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ക്യാപിറ്റലൈസേഷൻ മെത്തേഡിൽ വരുന്ന രണ്ട് കേസുകൾ, capitalization of average profit, capitalization of super profit. Okay, goodwill treatmentലെ പ്രീമിയം മെത്തേഡ്, അതിലൊരു കേസ്, ഫസ്റ്റ് കേസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. നോട്ട്സ് ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് നിങ്ങൾ കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യുക. ക്യാപിറ്റലൈസേഷൻ മെത്തേഡിൻ്റെയൊക്കെ സ്റ്റെപ്പുകളൊക്കെ കൃത്യമായിട്ട് എഴുതുക. ഞാൻ തരുന്ന അസൈൻമെന്റ്സ് പിന്നെ ഉടനെ തന്നെ അസൈൻമെന്റ്സ് വിടുന്നുണ്ട്, അത് കൃത്യമായിട്ട് ചെയ്ത് എനിക്ക് അയച്ചു തരും ചെയ്യും. ഓക്കെ, have a nice day. Thank you.